CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തിയ നാരങ്ങാനം വില്ലേജ് ഓഫീസർക്ക് 2 ദിവസത്തെ അവധി അനുവദിച്ചെന്ന് ജില്ലാ കളക്ടർ. വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് മുൻപ് വകുപ്പുതല നടപടി നേരിട്ട് സസ്പെൻഷൻ നേരിട്ടയാളാണെന്നും ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഒന്ന് അവധി 2 ദിവസത്തേക്ക്, അത് ക്യാഷ്വൽ ലീവ് പോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രാൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കുടുംബത്തോടൊപ്പം പോയി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ 2 ദിവസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം, അത് എനിക്ക് റവന്യൂ സെക്രട്ടറി അടുത്തും മിനിസ്റ്റർ അടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ അതിനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതേസമയം നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ നിന്ന് സ്ഥലം മാറ്റണമെന്ന ജോസഫ് ജോർജിന്റെ ആവശ്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ സെക്രട്ടറി എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ ഭയമാണെന്ന് ജോസഫ് ജോർജ് പറയുന്നു. ഇന്നലെ വന്ന ഭീഷണിക്കോളുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർ ആ ഒരു പരാതി ആറന്മുള CIക്ക് ഫോർവേഡ് ചെയ്തതായിട്ട് അറിഞ്ഞു. CI എന്നെ വിളിച്ചിരുന്നു. CI വിളിച്ചിട്ട് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസിലേക്ക് ഇനി പോകാനോ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഓഫീസ് ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഓഫീസ് തന്നത് തഹസിൽദാർക്ക് ഒരു കളക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ അദ്ദേഹം പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ലീവ് ഞാൻ തഹസിൽദാർക്ക് ഇന്നലെ രാത്രി ലീവ് ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തഹസിൽദാർ നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ കളക്ടറോടും പറഞ്ഞു എനിക്ക് പോകാൻ പറ്റുന്നില്ല, മനസ്സിന് ഭയമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞിരുന്നു. എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലീവ് ലെറ്റർ ഫോർവേഡ് ചെയ്തത്. അംഗീകരിക്കുമായിരിക്കും. മന്ത് എൻഡല്ലേ, 2 ദിവസമല്ലേ ഉള്ളൂ. എന്നാൽ വില്ലേജ് ഓഫീസർക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പ്രകോപിപ്പിച്ചത് വില്ലേജ് ഓഫീസറാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ഭീഷണിയിൽ വേണമെങ്കിൽ വില്ലേജ് ഓഫീസറോട് നേരിട്ട് ഖേദപ്രകടനം നടത്താമെന്നും MV സഞ്ജുവും പ്രതികരിച്ചു. ഞങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് പ്രകോപിപ്പിച്ച് അതിന്റെ ഭാഗമായുണ്ടായ സംസ്കാരമാണ്. അതല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടൊന്നും ഞാൻ പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നാരങ്ങാനത്തോ അല്ലെ ഈ പത്തനംതിട്ടയിൽ എത്രയോ കാലമായിട്ട് എത്രയോ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. ആരെയും നമുക്ക് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം വന്നിട്ടില്ലല്ലോ. ആർക്കും നമ്മുടെ ഭീഷണി മൂലം ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പോകേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം എന്നെ കൊണ്ട് പ്രകോപിപ്പിച്ച് അങ്ങനെ സംസാരിച്ചതാണ്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ ഈ ഏരിയ സെക്രട്ടറി പറഞ്ഞത് വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. തന്നെ പ്രകോപിപ്പിച്ചു, അതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസർ മറ്റൊരു സ്ഥലത്തേക്കാണ് മാറ്റം ആവശ്യപ്പെടുന്നത്. അതിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ 2 ദിവസത്തെ അവധി, അതിനുശേഷം തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരുമോ? അനുജ, നിലവിൽ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് 2 ദിവസത്തെ അവധി അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. കാഷ്വൽ അവധിയാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അത് അനുവദിച്ചു എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. സ്വാഭാവികമായും സാങ്കേതിക നടപടിക്രമങ്ങൾ അനുസരിച്ച് നാരങ്ങാനം വില്ലേജ് ഓഫീസിലേക്ക് തന്നെ ഇദ്ദേഹം റീജോയിൻ ചെയ്യേണ്ടി വരും. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഈ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം, അത് സംബന്ധിച്ച് തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ല എന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ റവന്യൂ സെക്രട്ടറിയുടെയും മന്ത്രിയുടെയും ഉൾപ്പെടെ നിലപാട് അറിയേണ്ടതുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ചായിരിക്കും ഒരു സ്ഥലം കാര്യത്തിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ ഈ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് മുമ്പ് ചില വകുപ്പുതല നടപടികൾക്ക് വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് അന്വേഷണം പൂർത്തിയായാലേ പറയാൻ പറ്റുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജോസഫ് ജോർജ് വില്ലേജ് ഓഫീസിലേക്ക് തിരിച്ചില്ല എന്നൊരു നിലപാടിലാണ്. അദ്ദേഹം അവധി നീട്ടുന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് സ്വന്തം നാടായ മാവേലിക്കരയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ഭയം, ഈ സഞ്ജു ഉൾപ്പെടെ സഞ്ജുവിൻ്റെ സ്വന്തം നാടായ നാരങ്ങാനത്ത് ജോലി ചെയ്യാൻ, അവിടെ ജീവിക്കാൻ വലിയ ഭയം എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും പറയുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIM നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ജു വില്ലേജ് ഓഫീസറോട് നേരിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് താൻ ചെയ്ത കാര്യങ്ങളിൽ പ്രത്യക്ഷമായി തനിക്കൊരു ഖേദം തോന്നുന്നില്ല എന്നും സഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജു എബ്രഹാം നേരത്തെ 24നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ വില്ലേജ് ഓഫീസർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം CPI സൃഷ്ടിക്കില്ല, അവിടെ ജോലി ചെയ്യാൻ തന്നെ അവസരമൊരുക്കും. കഴിഞ്ഞ ദിവസം ഭീഷണി കോൾ വിളിച്ചത് CPM പ്രവർത്തകരല്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. എന്തായാലും ഈ പത്തനംതിട്ടയിലെ ഈ കോൾ സന്ദേശവുമായി ബന്ധപ്പെട്ട വിവാദം വലിയ തോതിൽ കത്തുകയാണ്. അത് മറ്റൊരു തലത്തിലേക്ക്
പോവുകയാണ്. ഇനി എന്തായാലും സ്ഥലമാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണം. അത് ഉന്നത ആലോചനകൾക്ക് ശേഷമായിരിക്കും. അതിൽ റവന്യൂ സെക്രട്ടറി കൂടി തീരുമാനമെടുക്കേണ്ടതാണ് എന്നാണ് കളക്ടർ പറയുന്നത്. അതിൽ വേഗം തീരുമാനം ഉണ്ടാകുമോ? കാരണം 2 ദിവസത്തെ മാത്രമാണല്ലോ അവധി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വകുപ്പ് തല നടപടി നേരിട്ടയാളാണ് ഈ വില്ലേജ് ഓഫീസർ എന്ന് കളക്ടർ പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ കാര്യത്തിൽ ഒരു ധൃതിപ്പെട്ട റവന്യൂ വകുപ്പ് ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഇവിടെ അസ്വാഭാവികമായി ഒന്നുമില്ല. ഇത്തരത്തിൽ സഞ്ജുവിൻ്റെ പരാതിയിൽ വില്ലേജ് ഓഫീസർ ഇതുവരെ ഒരു റിട്ടേൺ ആയ ഒരു പരാതി, ഈ സഞ്ജുവിൻ്റെ വധഭീഷണിയിൽ ഒരു പരാതി ഈ വില്ലേജ് ഓഫീസർ നൽകിയിട്ടില്ല. അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് തുടർ ഭീഷണി സന്ദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തഹസിൽദാർ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ മൊഴികളെല്ലാം തന്നെ ജില്ലാ കളക്ടർ അതെല്ലാം വെച്ചായിരിക്കും തിരുവനന്തപുരത്തേക്ക് ഈ റവന്യൂ സെക്രട്ടറിക്ക് ഉൾപ്പെടെ കത്തയക്കുക. അതിൻ്റെ ശേഷമായിരിക്കും അവിടെ നിന്നായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. പെട്ടെന്നൊരു തീരുമാനത്തിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ വിഷയങ്ങൾ നേരിടുന്ന ഈ വില്ലേജ് ഓഫീസർ അദ്ദേഹം ഒരു ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. അങ്ങനെ ഏതെങ്കിലും തലത്തിലുള്ള ഇടപെടൽ മൂലം ഒരു ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ നിലവിലുള്ളൂ. അതിനപ്പുറത്തേക്ക് സാങ്കേതികമായി പെട്ടെന്നൊരു ട്രാൻസ്ഫറിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. സ്വാഭാവികമായും 2 ദിവസത്തെ അവധി കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും നാരങ്ങാനത്ത് തന്നെ തിരിച്ചെത്തേണ്ട സാഹചര്യമാണ്. എന്തായാലും CPM ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറയാം എന്നൊരു നിലപാട് സഞ്ജു സ്വീകരിക്കുന്നു. രാജു എബ്രഹാമും അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള സാഹചര്യം എന്തായാലും വില്ലേജ് ഓഫീസിൽ ഒരുക്കി കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ CPM പ്രവർത്തകരും മറ്റും സൈബർ ഇടത്തിലൂടെ അടക്കം ഈ ജോസഫ് ജോർജിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചില പരാതികളും ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ വലിയ തോതിൽ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിനെതിരെ തന്നെ വലിയ തോതിൽ പരാതി കൊടുത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ തീരുമാനങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. ആ തീരുമാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിന്റെ അവധി അപേക്ഷ തൽക്കാലം കളക്ടർ അംഗീകരിച്ചു. 2 ദിവസത്തെ അവധി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലം മാറ്റത്തിൽ റവന്യൂ സെക്രട്ടറി കൂടി തീരുമാനമെടുക്കേണ്ടതാണ് എന്നതാണ് കളക്ടർ പറയുന്നത്. നേരത്തെ വകുപ്പ് തല നടപടി നേരിട്ടയാളാണ് ഈ വില്ലേജ് ഓഫീസർ എന്നുകൂടി കളക്ടർ പറയുന്നുണ്ട്. ഏതായാലും എന്താകും തുടർ നീക്കങ്ങൾ, തുടർ നടപടി എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.